ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയരെ, ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. 3 സമവീക്ഷണ സുവിശേഷങ്ങളിലും ഒരുപോലെ കാണുന്ന ആശയമാണിത്. നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ളതായ ആഗ്രഹം മനുഷ്യന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. യേശുവിനോട് ആ യുവാവ് ചോദിക്കുന്ന അതേ ചോദ്യവുമായി പല ശിഷ്യന്മാരും യഹൂദ റാബിമാരെ സമീപിച്ചിരുന്നതായി കാണാം. നിത്യജീവൻ പ്രാപിക്കുവാൻ താൻ എന്ത് ചെയ്യണം എന്ന അവൻ്റെ ചോദ്യം വളരെ ആത്മാർത്ഥത നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുന്നത്. തുടർന്ന് യേശുവിനെ നല്ലവനായ ഗുരു എന്നാണ് സംബോധന ചെയ്യുന്നത്. യേശുവിൽ നിന്ന് തൻ്റെ സംശയത്തിനുള്ള കൃത്യമായ മറുപടി ലഭിക്കും എന്ന് അവൻ കരുതി. യേശു അവന് മറുപടി നൽകുന്നു. 10 കൽപ്പനകൾ പാലിക്കണം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം 10 കൽപ്പനകൾ പാലിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ താൻ കൽപ്പനകൾ പാലിക്കുന്നവനാണ് എന്ന് അവൻ മറുപടി നൽകിയത്. എന്നാൽ കർത്താവ് അവനോട് വീണ്ടും പറയുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ എൻ്റെ ശിഷ്യനാകുക, നിനക്ക് നിത്യജീവൻ ലഭിക്കും. ഇത് കേട്ട് ദുഃഖിതനായ ആ യുവാവ് മടങ്ങിപ്പോയി. അവൻ ചിന്തിച്ചത്, യേശുവിനെ അനുസരിക്കുന്ന പക്ഷം തൻ്റെ സ്വത്ത് മുഴുവനും ദരിദ്രർക്ക് നൽകേണ്ടി വരും. തൻ്റെ ജീവിതത്തിൽ ദൈവത്തേക്കാൾ അധികമായി ധനത്തിന് പ്രാധാന്യം നൽകിയവനാണ്. 1-ാമത്തെ കൽപ്പനയിൽ പറയുന്ന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നത് പാലിക്കുവാൻ അവന് കഴിഞ്ഞില്ല. മറ്റൊന്ന്, യേശുവിൻ്റെ ശിഷ്യനാകാനുള്ള വിളി അവനെ ദുഃഖിപ്പിച്ചു. സുഖസൗകര്യങ്ങളുടെ നടുവിൽ ആഡംബരപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ വീടോ ഉറങ്ങാനൊരിടമോ അടുത്ത ഭക്ഷണം എവിടെ കിട്ടുമെന്നോ യാതൊരു ഉറപ്പും ഇല്ലാത്ത യേശുവിൻ്റെ ശിഷ്യനാകുന്നത് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. ഇവിടെ ദൈവത്തിനുള്ളതായ ആശ്രയത്തിന് പകരം ധനത്തിനുള്ളതായ അവൻ്റെ ആശ്രയം അയാളുടെ രക്ഷാ പദ്ധതിയെ തടയുന്നു. നിത്യജീവനൊഴികെ മറ്റെല്ലാം കൊണ്ടും സമ്പന്നനായിരുന്ന ആ യുവാവിന് ലോകപ്രകാരം അഭികാമ്യം എന്ന് തോന്നാവുന്ന എല്ലാം ഉണ്ടായിരുന്നു. ധനികനായിരുന്നു, പ്രമാണിയായിരുന്നു, യുവാവായിരുന്നു, സന്മാർഗിയായിരുന്നു. എന്നാൽ നിത്യജീവന്റെ അവകാശിയാകുവാൻ അത് മാത്രം പോരായിരുന്നു. യേശുമത്തുള്ള ജീവിതമായ നിത്യജീവൻ നേടാൻ നമുക്ക് ചില പരിത്യാഗങ്ങൾ ഉണ്ടാവണമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ നോമ്പിലൂടെ അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.